ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും സമർപ്പണവും നിർവഹിക്കുന്നു. റിപ്പോ നിരക്ക് കുറയ്ക്കാൻ RBI തീരുമാനം. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് കുറയും. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. വിടവാങ്ങിയത് കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യമുഖം. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാനത്ത് ബലിപ്പെരുന്നാൾ നാളെ. ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളുമായി വിശ്വാസികൾ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സെമിയിൽ ഇന്ന് നോവാക് ജോക്കോവിച്ച് യാനിക് സിന്നർ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെത്തി. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി ഉൾപ്പെടെ ഖത്രയിൽ 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും സമർപ്പണവും നിർവഹിക്കുകയാണ്. പദ്ധതിയുടെ 36 തുരങ്കങ്ങളും 943 പാലങ്ങളും ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്നും ഖത്രയിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ യാത്ര സുഗമമാക്കുന്നതിന് സാങ്കേതിക സവിശേഷതകളോടെയാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കുകൾ കുറച്ചു. റിസർവ് ബാങ്കിന്റെ ഇന്ന് ചേർന്ന ദ്വൈമാസ ധനനയ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ 6% നിന്ന് 5.5% റിപ്പോ നിരക്ക് കുറച്ചത്. തുടർച്ചയായി ഇത് 3ാം തവണയാണ് RBI റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത്. പണപ്പെരുപ്പം കുറഞ്ഞതിനാൽ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകാൻ ബാങ്കിന് സാധിച്ചതായും ക്യാഷ് റിസർവ് റേഷ്യോ 100 ബേസിസ് പോയിന്റ് കുറയ്ക്കുകയും ചെയ്തതായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. And after a detailed assessment of the evolving macroeconomic and financial developments and the economic outlook ahead, the MPC decided to reduce, which is widely expected, the policy repo rate under the liquidity adjustment facility by 50 basis points to 5.5%. റിപ്പോ നിരക്ക് കുറഞ്ഞതോടെ ഭവന വാഹന വായ്പാ നിരക്കുകൾ കുറയും. റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 738 പോയിന്റ് ഉയർന്ന 82,180-ലും നിഫ്റ്റി 233 പോയിന്റ് ഉയർന്ന 24,984-ലും വ്യാപാരം പുരോഗമിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 3 തവണ രാജ്യസഭാ MP, 2 തവണ നിയമസഭാംഗം, 2 തവണ KPCC പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ച തെന്നല കൊല്ലം ജില്ലയിലെ ശൂരനാട് സ്വദേശിയാണ്. മികച്ച സഹകാരിയുമായിരുന്നു. സൗമ്യനും മിതഭാഷിയും കളങ്കമേൽക്കാത്ത രാഷ്ട്രീയ ജീവിതത്തിനുടമയുമായ തെന്നല ഗ്രൂപ്പുകൾക്കതീതനായ കോൺഗ്രസ്കാരനായാണ് അറിയപ്പെട്ടിരുന്നത്. സംസ്ഥാനത്ത് ബലിപ്പെരുന്നാൾ നാളെ ആഘോഷിക്കും. ഇന്ന് നിശ്ചയിച്ചിരുന്ന പൊതു അവധി നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കേന്ദ്ര ജീവനക്കാരുടെ ബക്രീദ് അവധിയും നാളത്തേക്ക് മാറ്റി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. പ്രവാചകൻ ഇബ്രാഹിമിന്റെ ത്യാഗസ്മരണകൾ പുതുക്കുന്ന ബലിപെരുന്നാൾ ഒരുക്കത്തിലാണ് നാടും നഗരവും. ഗൾഫ് നാടുകളിൽ ഇന്നാണ് പെരുന്നാൾ. കേരളത്തിൽ നാളെയാണ്. പെരുന്നാൾ ദിനത്തിൽ മസ്ജിദുകളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും. ഹാളുകൾ കേന്ദ്രീകരിച്ച് ഈദ്ഗാഹുകളും നടക്കും. പ്രതികൂല കാലാവസ്ഥ കാരണം ഇത്തവണ സംയുക്ത ഈദ്ഗാഹ് ഇല്ല. വ്യാപാര കേന്ദ്രങ്ങളിൽ പെരുന്നാളിനായി വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും വാങ്ങുന്നതിനായുള്ള തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. കോഴിക്കോട്ടെ വ്യാപാര കേന്ദ്രങ്ങളായ മിഠായി തെരുവ്, പാളയം തുടങ്ങിയവിടങ്ങളിലും തിരക്കുണ്ട്. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കല്ലേറു കർമ്മം ഇന്ന്. ജംറ ടവറിൽ പിശാചിന്റെ 3 പ്രതീകങ്ങൾക്ക് നേരെയാണ് കല്ലേറ് നടത്തുക. 16 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഹജ്ജിന്റെ 2ാം ദിനമായ ഇന്നലെ അറഫ സംഗമത്തിന്റെ പുണ്യം നേടി. ഇതിൽ 15 ലക്ഷം പേർ വിദേശത്ത് നിന്നുള്ളവരാണ്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് മത്സരരംഗത്തുള്ളത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും മത്സരിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് ദിവസമായ ഈ മാസം 19 നിലമ്പൂർ നിയമസഭാ മണ്ഡലപരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23 വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഷൈനിന്റെ പിതാവ് CP ചാക്കോ അപകടത്തിൽ മരിച്ചു. രാവിലെ 7 മണിയോടെ തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് സമീപമാണ് അപകടം. ഷൈനും അമ്മയ്ക്കും പരിക്കുണ്ട്. മുന്നിൽ പോയ ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നു. ഷൈനിന്റെ സഹോദരനും ഡ്രൈവറും കാറിലുണ്ടായിരുന്നു. കടലിലെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് അറിയാൻ കാസർഗോഡ് ബേക്കലിൽ ജൈവ വൈവിധ്യ മ്യൂസിയം വരുന്നു. ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും ഉദുമ BMCയും കൈകോർത്താണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. ബേക്കൽ ഫിഷറീസ് സ്കൂളിൽ ഒരുക്കുന്ന ജൈവ വൈവിധ്യ മ്യൂസിയത്തിന് 1 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 20 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും 5 ലക്ഷം രൂപ ഉദുമ ഗ്രാമപഞ്ചായത്തും ഇത്തവണ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ ഫിഷറീസ് വകുപ്പ് വഹിക്കും. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് വഴി 50 ലക്ഷം രൂപ കണ്ടെത്തും. മൺമറഞ്ഞു പോകുന്ന കടലറിവുകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വികസിത് കൃഷി സങ്കല്പ് അഭിയാന്റെ ഭാഗമായി ചെലവൂർ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിൽ സമ്മിശ്ര കൃഷി എന്ന വിഷയത്തിൽ സെമിനാർ ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് പച്ചക്കറി വിത്തുകൾ, നടീൽ വസ്തുക്കൾ തുടങ്ങിയവ സൗജന്യമായി വിതരണം ചെയ്തു. IISR ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗം മേധാവി ഡോക്ടർ V. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനത്തിൽ ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ മാസം 10 നീട്ടി. ആക്ഷേപങ്ങൾ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ നൽകാം. രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പുനരുപയോഗശീലവും വിഭവങ്ങളുടെ പരമാവധി ഉപഭോഗം ഉറപ്പാക്കലും ലക്ഷ്യമിട്ട് വ്യത്യസ്ത പദ്ധതി ഒരുക്കി ഇടുക്കി ജില്ലാ ഭരണകൂടം. സ്കൂൾ കുട്ടികൾക്കായി നടപ്പാക്കുന്ന പ്രാക്ടീസ് റീയൂസ് BA ഗ്രീൻ ചാപ്പ് എന്ന പദ്ധതി ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. പഴയ ബാഗും കുടയും യൂണിഫോമും ചെരുപ്പുമെല്ലാം വീണ്ടും ഉപയോഗിക്കാവുന്നതാണെങ്കിൽ അവ കളയുന്നതിനെക്കുറിച്ച് ഇനി വിദ്യാർത്ഥികളാരും ആലോചിക്കുകയേ വേണ്ട. ഇവയുടെ പുനരുപയോഗത്തിനായി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രാക്ടീസ് റീയൂസ് BA ഗ്രീൻ ചാമ്പ്. പദ്ധതിയിൽ പങ്കാളികളാകുന്നവർക്ക് ജില്ലാ കളക്ടറുടെ വക സമ്മാനവുമുണ്ട്. തങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചവ വീണ്ടും ഉപയോഗിച്ചും ഇല്ലാത്തവർക്ക് നൽകാനായി സ്കൂളിൽ എത്തിച്ചും പദ്ധതി കുട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇടുക്കി കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകളെ തുരത്താനുള്ള ദൌത്യം തുടരുന്നു. കഴിഞ്ഞ 3 ദിവസമായി വനം വകുപ്പും ജനജാഗ്രതാ സമിതിയും സംയുക്തമായാണ് ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്നലെ വെട്ടുകാട് ഭാഗത്ത് കാട്ടാനകളെ കണ്ടെത്തിയെങ്കിലും വനമേഖലയിലേക്ക് തുരത്താൻ സാധിച്ചില്ല. ഇവയെ ജനവാസ മേഖലയിൽ നിന്നും പൂർണ്ണമായും വനത്തിനുള്ളിൽ കടത്തിവിട്ട് സുരക്ഷ ഉറപ്പാക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സെമിയിൽ വൈകിട്ട് 6 നിലവിലെ ചാമ്പ്യൻ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ഇറ്റലിയുടെ ലോറൻസോ മുസെറ്റിയെ നേരിടും. രണ്ടാം സെമിയിൽ നൊവാക് ജോക്കോവിച്ചും ലോക 1ാം റാങ്കുകാരനുമായ യാനിക് സിന്നറും ഏറ്റുമുട്ടും. മറ്റന്നാളാണ് ഫൈനൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ 1ാം സീഡായ ആര്യാന സെബലെങ്കെ നാളെ കന്നി കിരീടത്തിനായി അമേരിക്കയുടെ കോക്കോ ഗാഫിനെ നേരിടും. നോർവേ ചെസ് ടൂർണമെന്റിന്റെ 9ാം റൗണ്ടിൽ ഇന്ത്യൻ ചെസ് താരവും ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനുമായ ഡി ഗുഗേഷിന് വീണ്ടും ജയം. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ഗുഗേഷ് വിജയിച്ചത്. പട്ടികവർഗ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനുള്ള അക്ഷരോന്നതി പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കം. പദ്ധതിയുടെ ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം ഇന്ന് ആരംഭിക്കും. കളക്ടറേറ്റ് മൈതാനത്ത് 3 മണിക്ക് പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ചില തീരപ്രദേശങ്ങളിലും കന്യാകുമാരിയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരപ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള തീരക്കടലിൽ ഈ മാസം 10 മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും സമർപ്പണവും നിർവഹിക്കുന്നു. റിപ്പോ നിരക്ക് കുറയ്ക്കാൻ RBI തീരുമാനം. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് കുറയും. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. വിടവാങ്ങിയത് കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ മുഖം. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ നാളെ. ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളുമായി വിശ്വാസികൾ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സെമിയിൽ ഇന്ന് നൊവാക് ജോക്കോവിച്ച് യാനിക് സിന്നർ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.